ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിഗൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഏഷ്യൻ മാർക്കറ്റ്, നെഗറ്റീവായിട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റിനെ മറികടന്ന് തുടർച്ചയായ 3 ദിവസം നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുകയും 100 പോയിന്റിന്റെ ഒരു റാലി, എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ 700 പോയിന്റിന് മുകളിൽ ഒരു റാലി രേഖപ്പെടുത്തി നിഫ്റ്റി ഇപ്പോൾ 23,400 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്കിന്ന് പറ്റിയിട്ടുണ്ട്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, അത് കുറച്ചധികം വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കും. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ജപ്പാൻ സെൻട്രൽ ബാങ്ക് എല്ലാം തന്നെ അവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് ഫോർകാസ്റ്റ് എല്ലാം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ചിപ്പ് റെസ്ട്രിക്ഷൻ കാരണം എൻവിഡിയ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ 6% ഫോള് രേഖപ്പെടുത്തി. ഈവൻ ഇന്നലെ യു എസ് മാർക്കറ്റും നാസ്ഡാക്കും ഡോയും റെഡിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എൻവിഡിയയും ഫോള് രേഖപ്പെടുത്തി. ഇതെല്ലാം തന്നെ മറികടന്നാണ് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ 3ാമത്തെ ദിവസം തുടർച്ചയായിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഗോൾഡ് അൺയൂഷ്വൽ ആയ രീതിയിൽ മൂവ്മെന്റ് നടത്തുന്നുണ്ട്. ഇന്നത്തെ ഒരു സിംഗിൾ ഡേ മാത്രം $73 പെർ ഔൺസിന് ഗോൾഡ് ഉയർന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് $3,300 പെർ ഔൺസിന് ഗോൾഡിലേക്ക് ആളുകൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിനെ പരിഗണിക്കുന്നുണ്ട്. ഈവൻ ഗോൾഡ് ഓൾ ടൈം ഹൈ ആയിരുന്നിട്ട് പോലും ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ ബാങ്കിങ് സ്റ്റോക്കുകളുടെ ശക്തമായ ഒരു പ്രകടനം കാരണമാണ് ബാങ്ക് നിഫ്റ്റിക്ക് 700 പോയിന്റിന്റെ മേലെ ഒരു റാലി രേഖപ്പെടുത്താനായിട്ട് പറ്റിയത്. BSE അങ്ങനെ ഇന്ന് മാത്രം 3 ലക്ഷം മാർക്കറ്റ് ക്യാപ്പ് ആഡ് ചെയ്ത് ഓൾ ടുഗദർ BSE ലിസ്റ്റഡ് കമ്പനീസ് എല്ലാം തന്നെ 415 ലക്ഷം കോടി രൂപയിൽ മുകളിൽ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രംപിന്റെ ഈ ഒരു പ്രശ്നം കാരണം വൈപ്പ് ഔട്ട് ആയി പോയ എല്ലാ മാർക്കറ്റ് ക്യാപ്പും BSE ലിസ്റ്റഡ് കമ്പനീസിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയങ്ങളിൽ ഇടിഞ്ഞ എല്ലാ സ്റ്റോക്കുകളും തിരികെ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ തവണ FIIസും അല്ലെങ്കിൽ HNI ക്ലയൻസും മ്യൂച്വൽ ഫണ്ട് എല്ലാം തന്നെ മേ ബി വേറെ സ്റ്റോക്കിലാവാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. ഇൻഡെക്സ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഈ മാർക്കറ്റ് ക്യാപ്പ് എല്ലാം തന്നെ വൈപ്പ് ഔട്ട് ആയി പോയത് തിരികെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മീൻ ചെയ്തത്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് എല്ലാം തന്നെ ED റൈഡ് കാരണം വന്നു എന്നുള്ള കാരണം കൊണ്ട് 7% ഒരു ഫോള് കണ്ടു. വിപ്രോയുടെ എല്ലാം തന്നെ Q4 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 26% ഇയർ ഓൺ ഇയർ ഉയർന്ന് 3,570 കോടി രൂപയൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ വിപ്രോയുടെ എല്ലാം തന്നെ സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ഒത്ത് റിസൾട്ട് വന്നില്ല എന്നും CNBC പോലെയുള്ള അനലിസ്റ്റിംഗ് സ്ഥാപനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഔട്ട്ലൈൻ ഉള്ളത്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് ഞാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഏഷ്യൻ സൈഡിൽ ഏറ്റവും താഴെ പോകുകയാണെങ്കിൽ 3 യൂറോപ്യൻ മാർക്കറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിന് മുകളിൽ ജസ്റ്റ് മുകളിൽ ഇന്ത്യ വിക്സ് കാണാം 1.95% ഫോൾ ഉണ്ടാക്കി 15.81 ഇന്ത്യ വിക്സ്. ഇന്ത്യ വിക്സ് ഇപ്പൊ എക്സ്ട്രീംലി കൂൾ ഡൗൺ ആയി. ഇന്നലെയും ഇന്ത്യ വിക്സ് 20% ഫോൾ ആയിരുന്നു. ഡോ ഫ്യൂച്ചർ കാണാം നെഗറ്റീവ് ആണ്. ജപ്പാൻ മാർക്കറ്റ് 1%, കൊറിയ കോസ്പി 1.2% ഇടിഞ്ഞിരുന്നു. ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ AX200 ഓസ്ട്രേലിയയും റെഡിലായിരുന്നു. ഏറ്റവും ടോപ്പിൽ നിന്ന് 3ാമതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഗോൾഡ് $75 പെർ ഔൺസിന് ഉയർന്ന് $3,303 ഗോൾഡ് ഉള്ളത്. ബ്രന്റ് ഓയിലും 1% ഉയർന്ന് 65. ബിറ്റ് കോയിൻ ഏറ്റവും ടോപ്പിൽ കാണാം $1,928 ബിറ്റ് കോയിനിൽ സ്ലൈറ്റ്ലി ഒരു ഫോള് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഗ്ലോബൽ അപ്ഡേറ്റ് ഉള്ളത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ജപ്പാനിലെല്ലാം തന്നെ ഗ്രോത്ത് ഫോർകാസ്റ്റ് കട്ട് ചെയ്തിരുന്നു ജപ്പാൻ തന്നെ. ഇന്നലെ മോർഗൻ സ്റ്റാൻലി എല്ലാം തന്നെ ഇന്ത്യയുടെ സെൻസെക്സിന്റെ എല്ലാം തന്നെ ടാർഗറ്റ് കട്ട് ചെയ്തിരുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. 90 ദിവസം ഗ്യാപ്പ് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യാനായിട്ട് US നിന്ന് പ്രതിനിധികളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. നെഗോസിയേഷൻ എല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. അത് ദ്രുതഗതിയിൽ നടക്കും. 90 ദിവസം എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയമാണ്. കാരണം ഇത്ര വലിയ ഭാരിച്ച ഈ ഒരു താരിഫ് എല്ലാം തന്നെ മാറ്റേണ്ടതിനു വേണ്ടി ട്രംപ് കൊടുത്തിരിക്കുന്ന ഈ ഒരു സമയം വളരെ കുറവ് മാത്രമാണ്. ഇന്നലെ അതിന് ഈ ഓട്ടോമൊബൈൽ കമ്പനീസിന് അവരുടെ പ്രവർത്തനം US പറിച്ചു നടാനായിട്ട്, അതായത് ഇപ്പോൾ US ഇമ്പോർട്ട് ഏതെങ്കിലും വാഹനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ US തന്നെ മാനുഫാക്ചർ വേണം. ഇപ്പൊ എങ്ങനെയാണോ നമ്മൾ ടെസ്ലയോട് ആവശ്യപ്പെട്ടത്, സെയിം തന്നെയാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. വേറൊരു പെർസ്പെക്റ്റീവിലോട്ട് നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അത് നടത്താനായിട്ട് 3 മാസം പോരാ, അതിൽ കൂടുതൽ വേണമെന്ന്
ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള ട്രംപിന്റെ ഇന്നലത്തെ പ്രസ്താവനയാണ് ഇന്നലെ ഏഷ്യൻ മാർക്കറ്റിൽ ടയോട്ട പോലെയുള്ള കമ്പനീസ് ഉയരുകയും ഇന്ത്യൻ മാർക്കറ്റിൽ സമ്പ്രദാന മതേശൻ സുമിയും അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള കമ്പനീസ് ഉയരുകയും ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ അത്തരത്തിലുള്ള പല മയപ്പെടുത്തിയിട്ടുള്ള പ്രസ്താവന ഇനിയിപ്പോ നാളെ ഫാർമ സെക്ടറിൽ വന്നേക്കാം. പക്ഷെ ഫാർമ സെക്ടറിൽ ചൈനക്ക് കുറച്ച് പ്രശ്നമായിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് സ്റ്റോക്ക് ന്യൂസിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ, ഇതാണ് ഇപ്പോൾ ഉള്ള മാർക്കറ്റിലുള്ള ഓവറോൾ ഒരു പിക്ചർ. ഇനിയിപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, കമ്മോഡിറ്റി, ഇവ ഓൺലൈനായിട്ട് നമ്മുടെ കൊച്ചി ഓഫീസിലിരുന്ന് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമ്മലിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ പഠിക്കാം. സ്റ്റോക്ക് സ്പെസിഫിക് വാർത്തയിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ITC കമ്പനി, ഗോൾഡ്മാൻ സാക്ക് ITCയിലുള്ള ഗോൾഡ്മാൻ സ്റ്റാക്കിന്റെ നിക്ഷേപം ഉയർത്തിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സ്വരാജ് എഞ്ചിനീയറിംഗ് കമ്പനി, എൻജിൻസ് കമ്പനി, M&Mന്റെ കയ്യിലുള്ള കമ്പനിയാണ്. ഇവരുടെ റിസൾട്ട് വന്നു. റിസൾട്ട് 35 കോടി രൂപയിൽ നിന്ന് 45 കോടി രൂപയിലേക്ക് ഉയർന്നു. ഡിവിഡൻഡ് 104 രൂപ പ്രഖ്യാപിച്ചു. ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുന്നു എന്നുള്ള ന്യൂസൊക്കെയാണ് സ്വരാജ് എഞ്ചിനെ സംബന്ധിച്ചുള്ളത്. ബജാജ് ഇലക്ട്രിക്കൽ കമ്പനി, ഇവര് സീക്ക് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഈ അഡ്വാൻസ്ഡ് ലൈറ്റിംഗ് കൺട്രോൾ പ്രൊഡക്റ്റ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ്. സാക്കർ ഹെൽത്ത് കെയർ കമ്പനി, ഇവരുടെ ഓങ്കോളജി ബിസിനസ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള ന്യൂസ്. സ്റ്റോക്ക് ക്രാഫ്റ്റ് കമ്പനി, ഡോളിക്കൻ എന്ന് പറയുന്ന പ്രമുഖ ഇൻവെസ്റ്റർ ഈ സ്റ്റോക്ക് ക്രാഫ്റ്റിന്റെ അദ്ദേഹത്തിന്റെ നിക്ഷേപം ഉയർത്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. പോളി മെഡിക്യൂർ കമ്പനി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമുണ്ടല്ലോ, ചൈന മെയ്ഡ് നീഡിൽസ് ഇതിനൊക്കെതിരെ 245% താരിഫായൊക്കെ ഉയർത്തിയത് പോളി മെഡിക്യൂർ കമ്പനിക്ക് ഗുണകരമായി. ഇന്ന് ഏകദേശം 7% റാലി രേഖപ്പെടുത്തി. കപ്പാസിറ്റി ഇൻഫ്രാ കമ്പനിക്ക് 295 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഒപ്റ്റിമസ് ഇൻഫ്രാകോം കമ്പനി, ഇവർ റിയൽമി ആയിട്ടൊരു പുതിയ IoT ഡിവൈസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇൻഫോസിസ് സ്പാർക്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇലക്ട്ര ഗ്രീൻ ടെക് കമ്പനി, JBM ഓട്ടോ എന്നുള്ള കമ്പനീസിനെല്ലാം സംബന്ധിച്ചുള്ള ന്യൂസ്. യൂണിയൻ ഗവൺമെന്റ് 10,000 EV ബസ്സുകൾ ബൈ ചെയ്യാനായിട്ടൊരു പദ്ധതി ഉണ്ട്. അപ്പൊ ഈ രണ്ട് കമ്പനീസിനും ഇത് ഗുണം ചെയ്തു. സ്റ്റോക്ക് നിന്ന് രണ്ട് കമ്പനീസും നേട്ടം കൈവരിച്ചു. NBCC കമ്പനി, ഇവരുടെ റവന്യൂ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്തതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നാളെ രാവിലെ ഏതൊക്കെ നമ്മൾ പ്രീ മാർക്കറ്റായിട്ട് എത്തും. എല്ലാവർക്കും നമ്മൾ ന്യൂസ് ഷെയർ ചെയ്യുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, എൻറ്റയർ എക്കണോമിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക്, ഏതെങ്കിലും ഒരു കോഴ്സ് ഒരു സ്റ്റുഡൻറ്റിന്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക്, ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന പറയുന്നത് റിട്ടയർഡ് ഒക്കെ ചെയ്തിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റൊന്നും ചെയ്യാതെ റിട്ടയർഡ് ലൈഫ് നയിക്കുന്ന ആളുകൾക്കും കൂടി ഇപ്പോൾ നടക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്. ഇപ്പോൾ ഇന്ന് ഞാനൊരു വളരെ ടീനേജ് ആയിട്ടുള്ള ഒരു പയ്യനെ പരിചയപ്പെട്ടു. ഈ ട്രംപിന്റെ വിഷയമൊന്നും തന്നെ പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യാതിരിക്കുക, ട്രേഡ് ചെയ്യാതിരിക്കുക, ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൂടിയും ഈ രാജ്യത്ത് എന്താ നടക്കുന്നത്, ഈ ലോകത്തിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ വെറുതെ മൊബൈല് റീൽസ് കണ്ട് സമയം പാഴാക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ന്യൂസ് കാണുമ്പോൾ നമുക്ക് ഗ്ലോബലി ഒരു അവയർനെസ് ഉണ്ടാവും. അത് നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആകെ 8 മിനിറ്റിൽ എടുത്തുള്ളൂ ഈ ന്യൂസിന്. അപ്പോൾ എനിവേ, താങ്ക് യു, ബൈ.